നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എഐയുടെ ഒരു ഒരു അനിവാര്യത ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ് ബ്രൗസേഴ്സിലോ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ ഐ ആപ്പ് അല്ലെങ്കിൽ ഓപ്പൺ എ ഐയോ അല്ലെങ്കിൽ ഓപ്പൺ എ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനിയോ അല്ലെങ്കിൽ പെർപ്ലിസിറ്റിയോ ഇതിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടും കുറച്ചും കൂടെ കൂടുതൽ ഡേറ്റാസ്, അതായത് പല വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് പോകാതെ തന്നെ നമുക്ക് കുറേ ഡേറ്റാസ് കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു എ ഐ മോഡൽസിനെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു എ ഐ മോഡലാണ് ഈ പെർപ്ലിസിറ്റി എന്ന് പറയുന്നത്. അതായത് ചാറ്റ് ജി പി ടി പോലെയും ജെമിനി പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എ ഐ മോഡലാണ് ഈ പെർപ്ലിസിറ്റി. ഈ പെർപ്ലിസിറ്റിയുടെ ഒരു ഫൗണ്ടർ ഉണ്ട്, അരവിന്ദ് ശ്രീനിവാസ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ചെന്നൈയിൽ IIT പഠിച്ചു, അവിടുന്ന് US മൈഗ്രേറ്റ് ചെയ്തു. അദ്ദേഹം ലാസ്റ്റ് വർക്ക് ചെയ്തത് ഓപ്പൺ എ ഐയിലാണ്. നമ്മുടെ ചാറ്റ് ജി പി ടിയുടെ ഒക്കെ ഒരു ഫൗണ്ടിങ് കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. പിന്നീട് അവരൊരു 4-5 പേര് കൂടിയിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുകയാണ് ഉണ്ടായത്. അതിൽ ആ കമ്പനിയാണ് പെർപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർപ്ലിസിറ്റി ഉപയോഗിക്കുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അത് ഈ ജെമിനിയും ഓപ്പൺ എ ഐയും ഒക്കെ യൂസ് ചെയ്യുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ തന്നെയാണ് പെർപ്ലിസിറ്റി യൂസ് ചെയ്യുന്നത്. പക്ഷേ പെർപ്ലിസിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ പെർപ്ലിസിറ്റിയുടെ ലാർജ് ലാംഗ്വേജ് മോഡലും മറ്റ് ഈ ജെമിനി അല്ലെങ്കിൽ ക്ലോഡ്, ചാറ്റ് ജി പി ടി എന്നീ മോഡലുകളെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ആണ് ഈ പെർപ്ലിസിറ്റി തരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള എ ഐ ആപ്പായിട്ട് നമുക്ക് പെർപ്ലിസിറ്റിയെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപ്ലിസിറ്റിയുടെ റിസർച്ച് എന്ന് പറയുന്നത് അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു റിസർച്ചിന് ഒരു ടോപ്പിക് കൊടുത്തു, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ ഫൈൻ ട്യൂൺ ചെയ്ത് ഏറ്റവും ഫിൽറ്റേർഡ് ആയിട്ടുള്ള കണ്ടന്റിനെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അരവിന്ദ് ശ്രീനിവാസയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യയിലെ ഏറ്റവും യങ്ങായിട്ടുള്ള ബില്യണർമാരിൽ ഒരാൾ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും അരവിന്ദ് ശ്രീനിവാസയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല പെർപ്ലിസിറ്റിയിൽ അവർ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അരവിന്ദ് ശ്രീനിവാസ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയിൽ 1994 ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം IIT മദ്രാസിൽ എഞ്ചിനീയറിങ് ചെയ്തു. പിന്നീട് PhDക്ക് വേണ്ടിയിട്ട് US ബെർക്ലീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പിന്നെ പല പ്രോജക്റ്റുകളിലും ഇദ്ദേഹം വർക്ക് ചെയ്തു. അതായത് ഓപ്പൺ എയിൽ വർക്ക് ചെയ്തു, ഡീപ് മൈൻഡിൽ വർക്ക് ചെയ്തു, ഗൂഗിളിൽ വർക്ക് ചെയ്തു, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തു. അപ്പം ഈ ഒരു 31 വയസ്സിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടി, ഇത്രയും വലിയ കമ്പനികളിൽ വർക്ക് ചെയ്തു. അങ്ങനെ 2002 ഓഗസ്റ്റിൽ ഇവരൊരു 4-5 പേര് കൂടിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയാണ് പെർപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പം അരവിന്ദ് ശ്രീനിവാസയുടെ കൂടെ ഡെന്നീസ് യാർഡ്സ്, ജോണി ഹോ, ആൻഡി കോവിൻസ്കി എന്നൊക്കെ പറയുന്ന ഫൗണ്ടേഴ്സ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇവരെല്ലാം കൂടി ഫൗണ്ട് ചെയ്തൊരു കമ്പനിയാണ് ഈ പെർപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ആദ്യം പെർപ്ലിസിറ്റി വന്നത് ഒരു വെബ് ബേസ്ഡ് മോഡലിലായിരുന്നു. അപ്പം നമുക്ക് ഈ ഓപ്പൺ എ ഒക്കെ വന്നതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോംപ്റ്റ് ചെയ്യുന്നു, അതിന് ആൻസർ വരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഈ ഒരു പെർപ്ലിസിറ്റി വന്നിരുന്നത്. പിന്നീട് അതിനൊരു ആപ്പ് ഉണ്ടായി, ഒരു വെബ് ആപ്പ് ഉണ്ടായി. പിന്നീട് ഇവർ തന്നെ ഒരു ബ്രൗസർ ഇപ്പം റീസെൻ്റ്ലി റിലീസ് ചെയ്തു. ആ ബ്രൗസറിൻ്റെ പേരാണ് കോമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമറ്റ് ബ്രൗസർ ഇവർ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഒരുപാട് ന്യൂസിൽ വന്നത്. ആ ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിനുള്ള ഒരു ബ്രൗസർ. ഇന്ന് വരെ നമ്മളൊരു വെബ് ബ്രൗസിങ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ക്രോമിലോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ ക്രോം എന്ത് ചെയ്യും, അത് അതുമായിട്ട് ചേർന്ന വെബ്സൈറ്റുകളിൽ പോയിട്ട് ആ കണ്ടന്റ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ആ വെബ്സൈറ്റുകളുടെ ലിങ്ക് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കോമറ്റ് ബ്രൗസറിലേക്ക് വന്നപ്പോൾ ഒരു ബ്രൗസറിന് ഒരു ബ്രെയിനും കൂടെ കിട്ടിയ പോലെയായി, ഒരു തലച്ചോറ് വന്ന പോലെയായി. അതായത് ഇതിനെയൊക്കെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ആ ഡേറ്റാസിനെ മാത്രം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇതിനെ പറ്റി. അപ്പം ആൾക്കാർക്ക് വേറെ ഒരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് ആ ഡേറ്റ തിരയാണ്ട് തന്നെ അത് അവരുടെ കൺമുമ്പിൽ തന്നെ ആ ഡേറ്റ കിട്ടുന്ന രീതിയിൽ വന്നപ്പോൾ ഈ ഒരു കോമറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗസറിന് വളരെയധികം പ്രചാരം കിട്ടുകയുണ്ടായി. അപ്പോൾ ഇപ്പം ഇന്ന് കോമറ്റ് ബ്രൗസർ കോമൺലി എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോമറ്റ് ബ്രൗസർ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബ്രൗസറാണ്. അപ്പോൾ പെർപ്ലിസിറ്റി എന്താണ് ചെയ്യുന്നത്? പെർപ്ലിസിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പൺ എ അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി ചെയ്യുന്നതോ അല്ല ജെമിനി ചെയ്യുന്നതൊക്കെ പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോംപ്റ്റിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് അവരുടെ ആപ്പിൽ കാണിച്ചു തരും. ഇതാണ് ബേസിക്കലി
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെർപ്ലിസിറ്റി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒറ്റ മോഡൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ എഐയുടെ ChatGPT എന്ന് പറഞ്ഞ മോഡലിനെ നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജെമിനി യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ക്ലോഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോഡിൻ്റെ തന്നെ പല വേർഷൻസ്, സോണറ്റ്, അങ്ങനെ പല വേർഷൻസ്. നമുക്ക് ChatGPT ആണെങ്കിൽ ChatGPT 5 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ. അപ്പോൾ ജെമിനിയിൽ നമ്മൾ വീഡിയോ ക്രിയേഷൻ ഒക്കെ ജെമിനി നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ജെമിനി VO3 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വോയിസ് ഉള്ള വീഡിയോ ക്രിയേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ ChatGPT ഈ പെർപ്ലിസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് പെർപ്ലിസിറ്റിയിലെ ഒരു യൂസേജ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പെർപ്ലിസിറ്റിയിൽ ആക്ച്വലി പെർപ്ലിസിറ്റിയുടെ ഇന്നത്തെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം $20 ബില്യൺ ആണ്. അപ്പോൾ ഈ പെർപ്ലിസിറ്റിയിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഈ കമ്പനിയിൽ. ജെഫ് ബെസോസ്, എൻവിഡിയ, ഷോപ്പിഫൈ, പിന്നെ നമ്മുടെ ഗിറ്റ്ഹബ്, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഈ പെർപ്ലിസിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് ചൈനയുടെ ഡീപ് സീക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ AI മോഡൽ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരു AI മോഡലുകൾ സൂൺ റിലീസ് ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ നേരിട്ടു. ലോകത്ത് ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു AI മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പോൾ ഇന്ന് അരവിന്ദ് ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെർട്ടൈസ് അത് ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടിയിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ പല കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരു AI മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് നമുക്ക്. അപ്പോൾ ഇന്ന് പെർപ്ലിസിറ്റി നമ്മുടെ ഭാരതി എയർടെലുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ എയർടെലിൻ്റെ സിം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 1 വർഷത്തേക്ക് പെർപ്ലിസിറ്റിയുടെ പ്രോ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പം എയർടെലിൻ്റെ താങ്ക്സ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 19,000 രൂപയുടെ പാക്കേജസ് ആണ് ഈ എയർടെൽ തരുന്നത്. ഇത് എയർടെലിൻ്റെ ഒരു പ്രൊമോഷൻ അല്ല, കാരണം എല്ലാവരും തന്നെ ഈ ഒരു AI മോഡൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എയർടെലിൻ്റെ ഈ ഒരു മോഡൽ വഴി എയർടെലിൻ്റെ ഈ ഒരു സിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഈ പെർപ്ലിസിറ്റി 1 വർഷത്തേക്ക് പ്രോ വെർഷൻ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോ വെർഷൻ, ഇതിൻ്റെ ഒരു ഫ്രീ വെർഷൻ ഉണ്ട്, പ്രോ വെർഷൻ ഉണ്ട്. ഫ്രീ വെർഷൻ എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഒരു ഫ്രീ വെർഷനിൽ അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ടാവും. പ്രോ വെർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് അതിനകത്ത് റിസർച്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ അരവിന്ദ് ശ്രീനിവാസ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ബില്യണർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആസ്തി എന്ന് പറയുന്നത് 21,190 കോടി രൂപയാണ്. അപ്പോൾ ഇന്ത്യയിൽ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് ബില്യണേഴ്സ് ആയ യങ് ബില്യണേഴ്സിൻ്റെ ലിസ്റ്റിൽ അരവിന്ദ് ശ്രീനിവാസയും ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് സെപ്റ്റോയുടെയും സൊമാറ്റോയുടെയും ഓയോയുടെയും റിതേഷ് അഗ്രവാളിൻ്റെയൊക്കെ ഒപ്പം തന്നെ ഇവരുടെയൊക്കെ ഒപ്പം തന്നെ ഈ ഒരു അരവിന്ദ് ശ്രീനിവാസയും ഇടം പിടിച്ചിട്ടുണ്ട്. 21,190 കോടിയാണ് പേഴ്സണൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ടെക് ലോകത്ത് ഇന്ന് ഡാറ്റ സെർച്ച് അല്ലെങ്കിൽ നമ്മളൊരു ഡാറ്റ എന്ന് പറയുന്നത് ചില ആളുകളുടെ കൈകളിൽ മാത്രമുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളാണ് ഇതുവരെയുള്ള ഡേറ്റകളിലെ ഭൂരിഭാഗവും ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി ഗൂഗിൾ, മെറ്റ, ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികളാണ്. അപ്പം അരവിന്ദ് ശ്രീനിവാസിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് ചില ആളുകളുടെ കൈകളിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല, ഇത് ലോകത്തിന് മുഴുവൻ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷനാണ് അരവിന്ദ് ശ്രീനിവാസ ഈ ഒരു പെർപ്ലിസിറ്റി അവർ ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജറായിട്ടുള്ള റീസൺ ആയിട്ട് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റയെ അൺലീഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് AI-യുടെ ഏറ്റവും മികച്ച സ്മാർട്ടസ്റ്റ് മോഡൽ AI-യിലേക്ക് അവർ വരികയായിരുന്നു. ആ സ്മാർട്ടസ്റ്റ് മോഡൽ AI എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ നമ്മൾ AI-യിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു AI മോഡലിനെ സജസ്റ്റ് ചെയ്യലാണ് പെർപ്ലിസിറ്റി എന്ന്. ഫസ്റ്റ് അവരുടേതായ തന്നെ ഒരു അനലിറ്റിക്സ് ഉണ്ട്. ആ അനലിറ്റിക്സ് വെച്ചിട്ട് അവർ ക്ലോഡ് അല്ലെങ്കിൽ ഓപ്പൺ AI അല്ലെങ്കിൽ ജെമിനി ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയിട്ട് ഈ പ്രോംപ്റ്റുകളെ അവിടെ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആൻസറിനെ വളരെയധികം റിഫൈൻ ചെയ്തിട്ട് ആ റിഫൈൻഡ് ആൻസർ മാത്രം നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ AIസിൽ ഉണ്ടാകുന്ന
ഫോൾട്ടുകൾ, അതായത് നമുക്കൊരു ആൻസർ വേണ്ടപ്പോൾ നമ്മൾ ഒരു AI മാത്രം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഫോൾട്ടുകളെ അവിടെ നമ്മൾ ഡിനേ ചെയ്തിട്ട് ഏറ്റവും ഫിൽറ്റേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പെർപ്ലസിറ്റിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അരവിന്ദ് ശ്രീനിവാസ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റുമായിട്ടൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലെല്ലാം അവർ സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത AI മോഡലിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇന്ത്യ വളരെ താമസിക്കാതെ തന്നെ ഇന്ത്യയിൽ നിന്നൊരു AI മോഡൽ ഉണ്ടാകും. അതിന് അരവിന്ദ് ശ്രീനിവാസ അല്ലെങ്കിൽ സോഹോയുടെ ഫൗണ്ടർ ശ്രീധർ വെമ്പു ഇവരൊക്കെ ബാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു AI മോഡൽ ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസുകളും പുറമേ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യക്ക് AIയുടെ കാര്യത്തിൽ ഒരുപാട് ചെയ്യാനുണ്ട്. കാരണം സ്കിൽസും മാൻ പവറും നമുക്ക് ഉള്ളിടത്തോളം കാലം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ AI നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ AI ഒരു പുതിയ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് GPUs അല്ലെങ്കിൽ ആ ചിപ്സെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈസിസ് മാത്രമാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു നല്ലൊരു AI മോഡൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസിനെ കുറിച്ചുള്ള സജഷൻസും തരാവുന്നതാണ്.